നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പ്രതീക്ഷയോടെ തുടക്കം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പാർലമെന്റ് ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിന് തുടക്കം. നാളെ പൊതു ബഡ്ജറ്റ് നടക്കാനിരിക്കെ രാജ്യത്തിന്റെ ധനസ്ഥിതി വിവരങ്ങളടങ്ങിയ സാമ്പത്തിക സർവേയും നോട്ട് അസാധുവാക്കൽ വിജ്ഞാപനവും സമർപ്പിച്ച ശേഷം ഇരുസഭകളും ഇന്നത്തേക്ക് പിരിയും. ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അടുത്ത മാസം 9 വരെയും രണ്ടാം ഘട്ടം മാർച്ച് 9 മുതൽ ഏപ്രിൽ 12 വരെയും നീണ്ടുനിൽക്കും. പൊതു ബഡ്ജറ്റിന് മുന്നോടിയായി ഇന്നലെ നടന്ന സർവകക്ഷി യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും സഹകരിക്കണമെന്ന് പ്രധാനമന്ത്രി. അതേസമയം പാർട്ടി എംപിമാരെ CBI അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തൃണമൂൽ കോൺഗ്രസ് 2 ദിവസം സഭ ബഹിഷ്കരിക്കും. നോട്ട് നിരോധനത്തിനു ശേഷം രാജ്യത്തുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിയന്ത്രണങ്ങളും സഭയിൽ ഉയർത്തിക്കാട്ടാനൊരുങ്ങി കോൺഗ്രസ്. സമ്മർദ്ദം കൂട്ടുന്ന സമരം. പ്രിൻസിപ്പൽ ലക്ഷ്മി നായരുടെ രാജ്യാവശ്യത്തിൽ ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം 21ാം ദിവസത്തിലേക്ക്. മാനേജ്മെന്റുമായി വിദ്യാർത്ഥികൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ. എന്നാൽ സ്ഥാനം ഒഴിയില്ലെന്ന നിലപാടിൽ ഉറച്ച് ലക്ഷ്മി നായർ. വിദ്യാർത്ഥികളുമായി വീണ്ടും ചർച്ച നടത്തുമെന്ന് മാനേജ്മെന്റ്. സമരത്തിന് CPM ഒഴികെയുള്ള പാർട്ടികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സർക്കാർ തീരുമാനം നിർണായകം. വിഷയത്തെ വിദ്യാർത്ഥി സമരമാക്കി മാത്രം ചിത്രീകരിച്ച കോടിയേരിക്കെതിരെ രൂക്ഷ വിമർശനവുമായി VS തന്നെ രംഗത്തെത്തിയതോടെ സ്ഥിതി സങ്കീർണം. പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിക്കുമേൽ സമ്മർദ്ദം ചെലുത്തി മുഖ്യമന്ത്രി. അതേസമയം ലോ അക്കാദമി വിഷയത്തെ ഏറ്റെടുക്കാനൊരുങ്ങി കോൺഗ്രസ്. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് സത്യസന്ധമായ കാര്യങ്ങൾ. അക്കാദമി പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത പിണറായി കേരളം കണ്ട ഏറ്റവും ദുർബലനായ മുഖ്യമന്ത്രിയെന്ന് രമേശ് ചെന്നിത്തല. ബുധനാഴ്ചയ്ക്കകം പരിഹാരമുണ്ടായില്ലെങ്കിൽ സത്യാഗ്രഹം ഇരിക്കുമെന്ന് K മുരളീധരൻ. അക്കാദമി ഭൂമിയിൽ അന്വേഷണം. ലോ അക്കാദമിയിലെ ഭൂമി വിവാദത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ റവന്യൂ സെക്രട്ടറിക്ക് മന്ത്രി ചന്ദ്രശേഖരന്റെ നിർദ്ദേശം. ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചോ എന്നതിലും അന്വേഷണം. തീരുമാനം അക്കാദമി ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് VS നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ. അക്കാദമിയുടെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട ഫയൽ ലഭ്യമല്ലെന്ന സർവകലാശാല വിശദീകരണവും ദുരൂഹം. 1982 കോടതി ആവശ്യത്തിനായി സർവകലാശാല സ്റ്റാൻഡിംഗ് കൗൺസിലിന് കൈമാറിയ ഫയൽ ഇതുവരെ തിരികെ ലഭിച്ചിട്ടില്ല. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്തുന്ന തെളിവെടുപ്പിൽ നിർണായക വിവരങ്ങൾ ലഭ്യമാകുമെന്ന് സൂചന. ലോ അക്കാദമി ലോ കോളേജിനായി സർക്കാർ ഭൂമി പാട്ടത്തിനു നൽകിയത് ഇടതുപക്ഷവും പതിച്ചു നൽകിയത് UDF സർക്കാരുമെന്ന് റവന്യൂ രേഖകൾ. കൈമാറ്റം അക്കാദമിക് പ്രവർത്തനങ്ങൾക്കല്ലാതെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഭൂമി ഉപയോഗിച്ചാൽ തിരിച്ചുപിടിക്കാമെന്ന വ്യവസ്ഥയോടെ. ഭൂമി വിനിയോഗത്തിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ പിഴ ചുമത്താനും തിരിച്ചുപിടിക്കാനും സർക്കാരിന് അവകാശമുണ്ടെന്നും E ചന്ദ്രശേഖരൻ. കോൺഗ്രസിന് മുന്നറിയിപ്പ്. പുനഃസംഘടനാ തിരഞ്ഞെടുപ്പ് നീട്ടുന്നതിൽ കോൺഗ്രസിന് അന്ത്യശാസനവുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജൂൺ 30 മുമ്പ് പുതിയ സംഘടനാ ഭാരവാഹികളെ തിരഞ്ഞെടുക്കണം. നിരവധി തവണ സമയം നീട്ടി നൽകി. ഇനി നൽകില്ല. 1 വർഷം കൂടി സമയം നീട്ടി നൽകണമെന്ന കോൺഗ്രസിന്റെ ആവശ്യവും കമ്മീഷൻ തള്ളി. എതിർത്തവർ പുറത്ത്. കുടിയേറ്റക്കാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്താൻ വിസമ്മതിച്ച അറ്റോർണി ജനറലിനെ പുറത്താക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കസേര തെറിച്ചത് ആക്ടിംഗ് അറ്റോർണി ജനറൽ സാലി യേറ്റ്സിന്റെ. ഡാന ബോയന്റെ പുതിയ താൽക്കാലിക അറ്റോർണി ജനറൽ. സാലി യേറ്റ്സ് നിയമ മന്ത്രാലയത്തെ വഞ്ചിച്ചെന്ന് വൈറ്റ് ഹൌസ്. ഒബാമ സർക്കാർ നിയമിച്ച AGക്ക് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും വിശദീകരണം. അതേസമയം നിയമവിരുദ്ധമായ ഉത്തരവ് നടപ്പാക്കാനാവില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി സാലി യേറ്റ്സ്. ഇറാഖും സിറിയയും ഉൾപ്പെടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള 7 രാജ്യങ്ങളിലെ അഭയാർത്ഥികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി ട്രംപ് വിവാദ ഉത്തരവ് പുറപ്പെടുവിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച. അഭയാർത്ഥികൾ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് 120 ദിവസത്തെ വിലക്ക് ഏർപ്പെടുത്തിയ നടപടിയെ ന്യൂയോർക്കിലെ ഫെഡറൽ കോടതി സ്റ്റേ ചെയ്തിരുന്നു. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.